ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ടൊമാറ്റോ കെച്ചപ്പാണ് ഇന്ന് തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് ഇനി പുറത്തുനിന്നൊന്നും വാങ്ങിക്കൊടുക്കണ്ട, നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി അറിയിക്കണേ. നമുക്ക് വീഡിയോ കാണാം. 1.5 കിലോ തക്കാളി വെച്ചിട്ടാണ് കെച്ചപ്പ് തയ്യാറാക്കുന്നത്. ഇതുപോലെ നല്ലോണം പഴുത്ത തക്കാളി തന്നെ എടുക്കണം. തക്കാളി ഞാൻ നല്ലോണം കഴുകി എടുത്തതാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ വേവിക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്താലും മതി. ഇതിൻ്റെ തൊലി മാറ്റുന്നതാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കണ്ട, അങ്ങനെ 2 പീസാക്കി എടുക്കുന്നതാണ് തൊലി എടുക്കാൻ എളുപ്പം. ഇനി ഇതിലേക്ക് ഒരു 4-5 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്, നല്ല കളർ കിട്ടും. പിന്നെ 1-2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 4 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4 വലിയ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൽ 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കൂടി പോകണ്ട കേട്ടോ, ഇത് ഹോം മെയ്ഡ് ഗരം മസാലപ്പൊടിയാണ്. ഞാനിത് കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിൽ തന്നെ വേവിക്കണമെന്നൊന്നുമില്ല. ഇനി ഇതിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് 2 വിസിൽ വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. ഇനി ഇത് ഞാൻ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ലോണം അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് അരിച്ചെടുത്തിട്ട് ഇതിൻ്റെ വേസ്റ്റൊക്കെ മാറ്റിക്കളയാം. ഇത് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തത്. ഇനി ഇത് കുറുക്കിയെടുക്കാനുള്ള പാത്രത്തിലേക്കാണ് ഞാൻ അരിച്ചിട്ട് മാറ്റുന്നത്. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കുറക്കണേ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് വിനീഗറും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടിത് കുറുക്കിയെടുക്കണം. കുറുക്കിയെടുക്കുമ്പോൾ ഈ പാത്രത്തിൻ്റെ സൈഡിലുള്ളതൊക്കെ ഇതുപോലെ തട്ടിയിട്ട് ഇതിലേക്ക് ആക്കി കൊടുക്കണം. ഇതിപ്പോൾ ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം തിളച്ച് വന്നിട്ട് കുറച്ച് സമയം കുറുക്കിയെടുക്കണം. അധികം വറ്റിച്ചെടുക്കണ്ട. ഇതിൻ്റെ ചൂടാറുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് വരും. ഇതുപോലെ ഈ ഒരു പരുവത്തിലായാലും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇങ്ങനെ കോരി നോക്കുമ്പോൾ ഇതുപോലെ കിട്ടണം. നല്ലോണം ചൂടാറിയാൽ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാകുക. ഇനി നമുക്കിത് വെള്ളമൊന്നുമില്ലാത്ത ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കുപ്പിയിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. 1.5 കിലോ തക്കാളി വെച്ചിട്ട് നമുക്ക് ഇത്രയും സോസ് കിട്ടിയിട്ടുണ്ട്. ഇത് കേടാവാതിരിക്കാൻ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് സോസ് ചേർത്തിട്ടുള്ള ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കണ്ടല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.